Hello guys, good morning. Welcome to my channel. Guys, ഞാനിതാ എൻ്റെ വീട്ടിൻ്റെ പുറത്താണ് നിന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് പുറത്ത് വീട്ടിൽ എത്ര പൂവാണ്, നിറയെ പൂവുണ്ട്. എൻ്റെ മുത്തുനെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുത്തു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ കാല് പിടിച്ച് കടിക്കുകയാണ് കേട്ടോ. ഇതാ കാല് പിടിച്ച് കടിക്കുകയാണ്. അവൾക്ക് പിന്നെ മുത്തുവിന് പിന്നെ രാവിലെ എൻ്റെ കാല് കടിച്ച് വലിച്ചു കേട്ടോ. കൈ നല്ല വേദനിച്ചു. അമ്മ കുളിക്കാൻ പോവാണ് കേട്ടോ. അമ്മമ്മയുടെ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് പോയിട്ടോ ഗൈസ്. ഇതോടെ പാല് വേണം എന്നിട്ട് കരയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീട്ടിൽ കുമ്പളങ്ങ അങ്ങനത്തെ സാധനം കാണിച്ചു കേട്ടോ. ഒരു 2 കുമ്പളങ്ങ കുറേ കുമ്പളങ്ങ ഉണ്ട് കേട്ടോ ഗൈസ്. നിറയെ ഉണ്ട് പറഞ്ഞാൽ നിറയെ ഉണ്ട് കുമ്പളങ്ങ. മേലെ ഭാഗത്തുണ്ട് കുമ്പളങ്ങ കാണിച്ചു തരാം. വെളിച്ചെങ്ങാനും കാണുന്നില്ല ഗൈസ്. പിന്നെ ചീതാരങ്ങ കാണിച്ചു തരാം. ചീതാരങ്ങ കണ്ടോ ഗൈസ്? ഇതാ ചീതാരങ്ങ. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാ ചീതാരങ്ങ കണ്ടോ ഗൈസ്. മല്ലി കാണിച്ചു തരാം. ചെണ്ടുമല്ലി ഉണ്ട് കേട്ടോ കുറേ എണ്ണം. അവിടെയൊക്കെ വീണു കേട്ടോ. മഴ കാരണം നല്ല വീണു കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ വീണു. പിന്നെ ഇതാട്ടോ കണ്ടോ വൈതിരിങ്ങ, കുഞ്ഞു വൈതിരിങ്ങ. അമ്മ കറി വയ്ക്കും, ഇങ്ങനെ കറി വെച്ചു. പിന്നെ ഇതാ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ? ഇതാ പിന്നെ ഇവിടെയും വന്നിട്ടുണ്ട് കണ്ടോ? പിന്നെ എൻ്റെ കുറേ ഫിഷിനെ കാണിച്ചില്ല. ഫിഷ് കാണുന്ന കണ്ടോ? കണ്ടോ? ഇതിൽ ചിലപ്പോൾ നിങ്ങൾ കാണുന്നതായിരിക്കും കേട്ടോ. നല്ല ഫിഷ് ഉണ്ട്. ഇത് കണ്ടോ? കണ്ടോ? ഫിഷ് ഉണ്ട്. പിന്നെ കുട്ടി ഫിഷ് ഉണ്ട്, അതിനെ കാണിച്ചു തരാം. പക്ഷെ ഇതിൽ ഇങ്ങനെ കുട്ടി ഫിഷിനൊന്നും കാണില്ല. പിന്നെ കേട്ടോ മുത്ത് നോക്കിയോ വേണ്ട. കൈ കൂട്ടി ഇങ്ങനെ ആക്കി അവള് എന്നിട്ട് അവൾ നൂണ്ടം വരും. അപ്പോൾ അന്നൊരു കാടാമ്പൂച്ച വന്നിട്ട് ഉള്ളിൽ കടിച്ചു. അതുകൊണ്ട് ഏത് പൂച്ച വന്നാലും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒളിഞ്ഞ് നിൽക്കാൻ കേട്ടോ പണി. മിഞ്ഞു വന്നു. അത് ടൈം ടേബിളൊക്കെ നേരെ വെച്ചിട്ട് വന്നാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്നലെ രാത്രി പൂച്ച ഉള്ളിൽ കയറി കടിക്കാൻ വന്നു കേട്ടോ. എന്നിട്ട് അവൾ ഒറ്റ ഓട്ടം മേലേക്ക് നേരെ വീട്ടിൻ്റെ മേലേക്ക് പോയി. മിഞ്ഞു കൊണ്ടിപ്പം കളിക്കുകയാണ് കേട്ടോ. കണ്ടോ അവൾ പോയിട്ടോ. ഞാൻ വീഡിയോ എടുക്കാം. അവൾ വീഡിയോന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കാമെന്നാണോ ഒറ്റ പോക്കലാണ് ഗൈസ്. നോക്കൂ ഗൈസ്, ഈ പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ കാക്കപ്പൂ ഉണ്ട് കേട്ടോ. കാക്കപ്പൂ കണ്ടോ? കാക്കപ്പൂ ഉണ്ട്. റോസാപ്പൂ കാണിച്ചോ. റോസാപ്പൂ റെഡ് കളർ നല്ല കടും റോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ അതവിടെ വിരിഞ്ഞിട്ടില്ല. വെറും റോസ് വിരിഞ്ഞു. പക്ഷേ ഇല്ലേ അല്ല. പിന്നെ മുല്ലപ്പൂ കേട്ടോ. ഇത് കണ്ടോ മുല്ലപ്പൂ കണ്ടോ? മുല്ലപ്പൂ. പിന്നെ കുറേ കാണിച്ചു തരാം. ചെമ്പരത്തി പിന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ. ചെമ്പരത്തി അവിടെ ഉണ്ട്. ചെമ്പരത്തി പിന്നെ ഞാൻ പറഞ്ഞ റെഡ് റോസ്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ റെഡ് റോസ് മുട്ടായിട്ടുണ്ട് കേട്ടോ. മുട്ട ഞാൻ ഇന്നലെ വരുമ്പോൾ ഈ മുട്ടയൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ വൈകുന്നേരം വേണ്ടി അത് ഇവിടുത്തെ റോസപ്പൊക്കെ എവിടെ വന്നിട്ട് വന്നു. കള്ളത്തീര വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ പോയ കള്ളത്തീര ഇതാണ്ട ഓടുന്നുണ്ടോ? കള്ളത്തീഞ്ഞ് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. കള്ളത്തീൻ്റെ മിന്നു താഴെ വെറുതെ ഇരിക്കണം. ഗുഡ് മോർണിംഗ്. ഉറക്കത്തിൽ നേണിച്ച് വന്നാൽ കേട്ടോ. എല്ലാവരും ഇല്ലല്ലോ ഉറക്കത്തിൽ നേണിച്ചല്ലേ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിതാ കണ്ടോ ഈ മരം കണ്ടോ? അപ്പം എല്ലാവരും വീട്ടിലുണ്ടാവുന്ന മരം തന്നെ കേട്ടോ. ആ പ്രത്യേകത. പിന്നെ അവിടെ കിണറ്റിൻ്റെ ഉള്ളിൽ കുറേ മീൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ മീനുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും ഇതൊക്കെണ്ട. പക്ഷെ കാണില്ല, മഴ കാരണം ഇങ്ങനെ പൊഴിഞ്ഞ മീനുകൾ. ഇങ്ങനെ ഞങ്ങൾ കിണറ്റിൽ ഇങ്ങനെ കുടം കൊണ്ട് വെള്ളം കോരുമ്പോൾ കുറേ മീനുകൾ അതിലുണ്ടാവും. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും അമ്മ കാണാണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് പടയും. അത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടും. അപ്പം ഇനിയും വരും. അതാണ് ഇപ്പോൾ അവസ്ഥ. എൻ്റെ ഏട്ടനെ കാണിച്ചത്. എൻ്റെ ഏട്ടൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കാണിച്ചു തരാം.
കണ്ടോ എൻ്റെ ഏട്ടൻ നല്ല ഉറക്കത്തിലാണ്. നല്ല ഉറക്കം ഉറക്കത്തിലാണ്. അപ്പോൾ മിന്നു മിന്നു ഗുഡ് മോർണിംഗ് കുട്ടിക്കാരെ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവൾ പറയുന്നത് ഗുഡ് മോർണിംഗ് മാത്രമാണ് അല്ലേ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ കാണിച്ചു തരാം. പിന്നെ മാങ്ങല്ല, ഞാൻ എൻ്റെ വെളിയിലൊരു ഇതുണ്ട്, വെളിയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ സംഭവമുണ്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കിലെല്ലാം കാണിച്ചു തരാം, മുളക് കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. അയ്യോ ഇവിടുത്തെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ നെട്ടിട്ടോ. നോക്കൂ, എല്ലാം മഴ കാരണം ആയതാണ് കേട്ടോ. കണ്ടോ, മഴ കാരണം ഇങ്ങനെ എല്ലാം പൊന്തിട്ടാണ്. പിന്നെ ചെമ്പരത്തി അവിടെ ഉണ്ട് കേട്ടോ. അവിടുത്തെ റെഡ് കളറല്ല, റോസ് കളർ ചെമ്പരത്തിയാണ് അവിടെ, റോസ് കളർ കേട്ടോ. ബാക്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുറേ സംഭവങ്ങൾ കാണിച്ചു തരാം. ബാക്കിലുണ്ട് കുറേ. പിന്നെ കണ്ടോ, പിന്നെതാ മുളക് ചെടി, മുളക് അതിൻ്റെ അടിയിലായിട്ട് കണ്ടതാ മുളക്. പിന്നെ ഒന്നുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇത് കുമ്പളങ്ങയാണ് തോന്നുന്നു കേട്ടോ. കുമ്പളങ്ങ ഇവിടെയും കുമ്പളങ്ങ എന്തായാലും വരുത്തുണ്ട്. ഇതെന്താണ്? ഇത് മാങ്ങയാണ് തോന്നുന്നു, തെച്ചിച്ചെടി. ചക്ക ചക്കമരം കണ്ടില്ല കേട്ടോ. ഞങ്ങളുടെ മുമ്പിൽ ചക്കമരം ഉണ്ടായിരുന്നു. ഇതുണ്ട് ചക്കമരം. ഇത് ചക്കയില്ല, ചക്കമരം. അപ്പം ഇല്ലേ, ഞങ്ങളുടെ മുമ്പിൽ ചക്ക ഉണ്ടായിരുന്നു. അതിങ്ങനെ വീഴും, മുമ്പിലല്ലേ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ വീണെന്ത് ചെയ്യും. അപ്പോൾ അത് വെട്ടിക്കളഞ്ഞു കേട്ടോ. അത് നല്ല നല്ല മുതലുള്ള ചക്കയെന്ന് വെട്ടി. പിന്നെ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ചക്ക മരം. അപ്പം അത് രണ്ട് മാത്രമേ ഞങ്ങൾ ചക്ക വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അല്ലേ ബാക്കിൽ നിന്ന് പാപന്തീനുണ്ടെങ്കിൽ നമ്മൾ കൊത്തും. നമുക്ക് കുപ്പിക്ക് പോവാം. കുളിച്ച് വന്നിട്ടുണ്ട്. അമ്മമ്മ ഇതാ ചായ വെക്കുകയാണ് കേട്ടോ, കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചായ വയ്ക്കാനറിയാം, കട്ടൻ ചായ വെക്കാനറിയാം, കട്ടൻ കാപ്പി വെക്കാനറിയാം, കാപ്പി വെക്കാനറിയാം കേട്ടോ. ബൂസ്റ്റും വെക്കാനറിയാം. ഞാൻ ബൂസ്റ്റേ കുടിക്കുക. കട്ടൻ ചായക്ക് നല്ല മധുരമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മ ക്രീം തേക്കാണ്. അമ്മ പൊട്ടല അത് കണ്ണ് എഴുതാണ് കേട്ടോ. അമ്മ മേലെ മാത്രമേ കണ്ണ് എഴുതുള്ളൂ, അതുപോലെ അത് കാണാത്ത പോലെ കാണിച്ചു. അമ്മ മേലെ എഴുതില്ല, താഴെയാണ് കണ്ടാ. നല്ല ഭംഗിയിൽ കണ്ണ് എഴുതിട്ടോ. നല്ല ഭംഗി നമ്മ കണ്ണെഴുതും. അമ്മ റെഡി ആയിക്കാട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ തിരിച്ച് പുറത്തേക്ക് തന്നെ ഇറങ്ങി ഗൈസ്. ഞങ്ങൾ ഇതാക്കണ്ട മോട്ടർ പൊട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കിണറ്റിൽ നിന്ന് കോരി എടുത്തിട്ട് അങ്ങനെ കോരി ഒഴിക്കും. മോട്ടറൊക്കെ പൊട്ടിയത് കാരണം കുറേ കൂണുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് ബാക്കിലൊന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. മുഖം എന്നാണ് പാമ്പുണ്ട് ഗൈസ്. ഇതിൽ പോവാം. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉണ്ട് പോകുന്നത്. നമ്മുടെ ചെണ്ടുമല്ലിൻ്റെയും ഇതിരിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ പോവുക. എന്തെങ്കിലും പറ്റിയാലോ, നമ്മൾ തിരിച്ചന്നെ വിട്ടു. കാലിപ്പത്തന്നെ ചോറുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് മുക്കുറ്റി നമുക്ക് മൂക്കുത്തിടാം. ചതഞ്ഞ പോലെ ആയിട്ടോ ഗൈസ്. മൂക്കുറ്റി പറ്റില്ല കേട്ടോ, ചതഞ്ഞ. ഞാനൊരു ഡാൻസ് കളിച്ചു തരാം. താമരപ്പൂവിൻ കണ്ണല്ലേ, പറ്റിച്ചുണ്ടല്ലേ, അമ്മിൽ ചൊതിയല്ലേ, തുമ്പപ്പല്ലല്ലേ, ചേലല്ലേ. ഇതുവരെ എനിക്ക് അറിയുള്ളൂ കേട്ടോ ഗൈസ്. നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഓടിക്കോ ഗൈസ്, മഴ നല്ല മഴയാണ്.
ഞങ്ങളെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇല്ലേ കോട പിടിച്ചിട്ട് വേണം പോവാൻ. നല്ല മഴ, അത്രയും മഴ, ബാഗൊക്കെ നനയും. സ്കൂളിൽ ടയേർഡാവും. അത് ഞങ്ങൾ ബസ്സിലില്ലേ ടയേർഡാവുന്നു. മഴയിലും കാണില്ല നിങ്ങൾക്ക്. നോക്കൂ, അവിടെ പെരും മഴ. അപ്പോൾ ബൈ ഗായ്സ്. അപ്പോൾ ഞാൻ ഇത്രയും സംസാരിച്ചില്ലേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ബൈ.